30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പോലീസ് ഗുണ്ടകളായി മാറിയെന്ന് ബി.ജെ.പി. ആരോപിച്ചു. കേരളത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന മർദ്ദനങ്ങളെ പ്രതിഷേധിച്ച് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭാ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഗുണ്ടകളാണെന്നും മുഖ്യമന്ത്രിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേനയെന്ന് CPM അവകാശപ്പെടുന്ന കേരള പോലീസ് ഇന്ന് ഗുണ്ടായിസത്തിൽ ഒന്നാമതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. നേതാക്കളായ മനോജ്, പൂക്കാട്ടിരി ബാബു, KV ജയൻ, MT സതീഷ് കുമാർ, EP നന്ദകുമാർ, N മണികണ്ഠൻ, K പ്രസാദ്, P രജിത, CS ദാസ്, സത്യഭാമ, KM ഷാജി, KV വരുൺ പ്രസാദ്, EV മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരള പോലീസ്. എന്നാൽ സത്യമെന്താ, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഏതാണ്ട് 16 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത്. സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ 10 വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത് നമുക്ക് ആ പട്ടിക പഠിക്കുന്ന സമയത്ത് നമുക്കൊരു 10 വട്ടം വായിച്ചാലും പിന്നീട് നമുക്ക് ആ പേരുകളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ടും വരില്ല. കാരണം അത്രയും നീണ്ട പട്ടികയാണ്. ന്യൂസ് ഡെസ്ക് CCV.